നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈക്കുകളെ കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ ചെറുതായിട്ട് പാട്ട് പാടുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാട്ട് കുറേ തവണ പ്രാക്ടീസ് ചെയ്ത് ഒരു കോൺഫിഡൻസ് എത്തിയ ആളായിരിക്കാം, നല്ലതായിട്ട് പാടാമെന്നുള്ളൊരു കോൺഫിഡൻസിൽ എത്തിയ ആളായിരിക്കാം. അപ്പം നിങ്ങളൊരു മൈക്ക് വാങ്ങിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഏത് മൈക്ക് വാങ്ങിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മാർക്കറ്റിൽ പലതരത്തിലുള്ള മൈക്കുകളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗം മൈക്കുകളാണ്, ഒന്ന് കണ്ടൻസർ മൈക്കും മറ്റൊന്ന് ഡൈനാമിക് മൈക്കും. ഈ കണ്ടൻസർ മൈക്കിൽ തന്നെ പലതരത്തിലുള്ള പല കോൺഫിഗറേഷനുള്ള മൈക്കുകളുണ്ട്. അതുപോലെ തന്നെ ഡൈനാമിക് മൈക്കിലും പല കോൺഫിഗറേഷനുള്ള മൈക്കുകളുണ്ട്. അപ്പോൾ ഇതിലേത് വാങ്ങണമെന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻ വളരെ ലളിതമായിട്ടുള്ള രീതിയിലൊന്ന് പരിഹരിക്കാനുള്ളൊരു ശ്രമമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നടത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന മൈക്കുകളെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് കണ്ടൻസർ മൈക്ക് എന്നാണെന്നൊന്ന് മനസ്സിലാക്കുക, അതേപോലെ തന്നെ ഡൈനാമിക് മൈക്ക് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മൈക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, അതല്ല നിങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് പാട്ട് പാടാൻ ഒരു കോൺഫിഡൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയൊരു മൈക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം കണ്ടൻസർ മൈക്ക് എന്നാണ്. കണ്ടൻസർ മൈക്കുകൾ പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത് സ്റ്റുഡിയോകളിലാണ്. അതായത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ മറ്റ് ശബ്ദങ്ങളും വേറെ നോയ്സ് കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ഒരു സ്ഥലമാണ് നമ്മൾക്കുള്ളതെങ്കിൽ നമ്മൾക്കൊരു കണ്ടൻസർ മൈക്ക് ഉപയോഗിക്കാം. കണ്ടൻസർ മൈക്ക് എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതേപോലെ ആയിരിക്കും കണ്ടൻസർ മൈക്ക് ഇരിക്കുന്നത്. ഇത് ഡിജിമോർ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഒരു മൈക്കാണ്. ഞാൻ കുറേ കാലം മുമ്പ് വാങ്ങിച്ചതാണ്. ഇത് ഞാനങ്ങനെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഈ കണ്ടൻസർ മൈക്ക് ഉപയോഗിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുക ഈ ഡൈനാമിക് മൈക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതങ്ങനെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഒരു ചെറിയ V8 കാർഡൊക്കെ ഉണ്ടായിരുന്നു. ആ കാർഡിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാനൊക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു മൈക്കാണിത്. അപ്പോൾ ഈ മൈക്കിൻ്റെ ഒരു പ്രത്യേകത, ഇത് സ്റ്റുഡിയോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റുഡിയോയ്ക്കകത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് കൊണ്ടുപോയിട്ട് പുറത്ത് വെച്ചിട്ട് നമുക്ക് പാട്ട് പാടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പുറത്തുള്ള നോയ്സും കാര്യങ്ങളും എല്ലാം ഇത് വലിച്ചെടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ടിൽ കിട്ടുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉള്ള ഒരു സൗണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ക്ലോസ്ഡ് റൂമിനകത്തിരുന്നാണ് പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ റെക്കോർഡ് ചെയ്യാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസർ മൈക്ക് നല്ലതായിരിക്കും. ഇനി ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ 48 വോൾട്ടിൻ്റെ ഫാൻ്റെ പവർ എന്ന് പറയുന്ന പവർ കൊടുത്താലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൈക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, ഇതിൻ്റെ അസംബ്ലി ആയിട്ടും കിട്ടും. ഇതിൻ്റെ കൂട്ടത്തിലുള്ളൊരു V8 കാർഡ് അല്ലെങ്കിൽ ചെറിയ മിക്സറൊക്കെ അടക്കം ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ മിക്സറൊക്കെ അടക്കം വാങ്ങിക്കുകയാണെങ്കിൽ അതിനകത്ത് ഫാൻറ്റം പവർ ഓൾറെഡി ഉണ്ടായിരിക്കും. ഇനി നമ്മൾ സെപ്പറേറ്റ് ആണ് മൈക്ക് വാങ്ങിക്കുന്നതെങ്കിൽ, സെപ്പറേറ്റ് വാങ്ങിച്ച മൈക്ക് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ മിക്സറിൽ 48 വോൾട്ടിൻ്റെ ഫാൻറ്റം പവർ ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൈക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നും ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും ജസ്റ്റ് കാണിച്ചു തരാം. ഇനി നമുക്ക്, ഇപ്പം നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾ പാട്ട് പാടി തുടങ്ങിയതേ ഉള്ളൂ, ചെറിയ രീതിയിലൊക്കെ പാട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞൊരു 400-450 രൂപയ്ക്കത്തൊക്കെ വരുന്ന മൈക്കുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അത് വിത്ത് കേബിൾ അടക്കം കിട്ടും. നമ്മുടെ കയ്യിലാണെങ്കിൽ അതിന് 450 രൂപയാണ്, ഓൺലൈനിൽ 400 രൂപയ്ക്കൊക്കെ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അത് BT58 എന്ന് പറയുന്ന മോഡൽ മൈക്കുകൾ അവൈലബിൾ ആണ്. ഞാൻ പണ്ട് എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഞാനത് ഉപയോഗിച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാനത് കുറച്ചുകൂടെ എനിക്കൊരു കോൺഫിഡൻസ് വന്നുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ നല്ല മൈക്കുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന JTS എന്ന് പറയുന്ന കമ്പനിയുടെ TK600 എന്ന് പറയുന്ന മൈക്കാണ്. ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആ BT58A എന്ന് പറയുന്ന മോഡൽ 480 രൂപ വില ഉണ്ടായിരുന്ന മൈക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്നതാണ് BT58A എന്ന് പറയുന്ന മോഡൽ മൈക്ക്. ഈ BT58A എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ളൊരു മോഡലാണ്. ഇത് പല കമ്പനികളും ഈ BT58A എന്ന് പറയുന്ന മോഡൽ മൈക്ക് ഇറക്കുന്നുണ്ട്. ഇത് ഒരു ലോക്കൽ കമ്പനി ഇറക്കിയൊരു മൈക്കാണ്. 480 രൂപയായിരുന്നു ഇതിന് വില വന്നത്. അപ്പോൾ ഇത് ഓൺലൈനിലും കിട്ടും, ഓഫ്ലൈനിലും എല്ലാം തന്നെ എവിടെ ഷോപ്പുകളിൽ ചോദിച്ചാലും കിട്ടുന്നൊരു മൈക്കാണ്. ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, ഏറ്റവും കുറഞ്ഞൊരു മൈക്ക്. ഇനി നിങ്ങൾ കുറച്ച് പാട്ടൊക്കെ പാടി അത്യാവശ്യം പാടാൻ കോൺഫിഡൻ്റ് ആയി എന്ന് കണ്ടാൽ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ശബ്ദത്തിന് അനുയോജ്യകരമായിട്ടുള്ള രീതിയിലുള്ളൊരു മൈക്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 1-2 മൈക്കിൻ്റെ മോഡലുകളുണ്ട്. അതിലൊന്നാണ് ഈ TK600 എന്ന് പറയുന്ന മോഡൽ മൈക്ക്. പിന്നെ ഒരെണ്ണം JTSൻ്റെ തന്നെ 8880 എന്ന് പറയുന്നൊരു മോഡൽ മൈക്കാണ്. അതുകൂടെ കാണിച്ചു തരാം.
ഇതാണ് JTSൻ്റെ 8880 എന്ന് പറയുന്ന മോഡൽ മൈക്ക്. ഇതും നല്ല മൈക്കാണ്. ഈ മൈക്കുകളെല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഈ മൈക്കിന് ഏകദേശം ഇപ്പോൾ ഒരു 2000 രൂപ വില വരുന്നുണ്ട് ഈ TK600-ന്. മറ്റേ മൈക്കിനാണെങ്കിൽ ഒരു 100 രൂപ കൂടെ ഒക്കെ കൂടുതൽ വരും. 2100 രൂപ റേഞ്ചാണ്. ഇത് നമ്മുടെ കയ്യിലുള്ള മൈക്കിൻ്റെ ഒരു വിലയാണ്. അത് പല സ്ഥലത്തും പലതായിരിക്കും വില. അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ താഴെ വില കൂടുതലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് എവിടെ നിന്ന് കിട്ടുകയാണോ അവിടെ നിന്ന് നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങൾ അധിക വില തന്ന് നമ്മുടെ ഇത് വാങ്ങിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരുവാണ്. നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതല്ല നിങ്ങൾക്ക് പുറത്ത് എവിടെ നിന്നെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. അതിനകത്തൊന്നും നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്റ്റുഡിയോ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കണ്ടൻസർ മൈക്ക് ഉപയോഗിക്കുക. അതല്ല നിങ്ങളൊരു സ്റ്റേജ് പെർഫോമൻസ് വീട്ടിലൊക്കെ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യാനും ആൾക്കാരൊക്കെ കൂടുന്ന സമയത്തൊക്കെ ഒന്ന് പാട്ടൊക്കെ പാടാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിഗിനർ ലെവൽ മൈക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ല കുറച്ചുകൂടെ ബെറ്റർ ആക്കി നിങ്ങളുടെ പെർഫോമൻസ് മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JTSൻ്റെ പല മോഡൽ മൈക്കുകൾ അവൈലബിൾ ആണ്. അതിൽ JTSൻ്റെ TK600, JTSൻ്റെ തന്നെ 8880 എന്ന് പറയുന്ന മോഡൽ മൈക്കൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളൊരു ലേഡി ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്ക് പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് അതിന് പറ്റുന്നത് JTSൻ്റെ തന്നെ TK280 എന്ന് പറയുന്ന മോഡൽ മൈക്ക് നിങ്ങൾക്ക് ലേഡീസ് ആണെങ്കിൽ കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഇനി നിങ്ങൾ വീട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്, എല്ലാവരും പാട്ട് പാടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 350 എന്ന് പറയുന്ന മോഡൽ ചൂസ് ചെയ്യാവുന്നതാണ്. 350 കുറച്ച് രണ്ട് കൂട്ടർക്കും വഴങ്ങുന്ന തരത്തിലുള്ളൊരു മൈക്കാണ്. ഇനി അതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് വാങ്ങിച്ച് പാടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. JTS കമ്പനിയുടെ പരസ്യമൊന്നും അല്ലത്. ഞാൻ ഉപയോഗിക്കുന്ന എനിക്ക് കോൺഫിഡൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മൈക്കുകളും ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ആണുങ്ങൾ മാത്രം പാടുന്നുണ്ടെങ്കിൽ ഈ TK600 ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി നമുക്കിപ്പോൾ ഞാൻ ഈ TK600-ലാണ് ഈ സംസാരം മുഴുവൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് നേരത്തെ കാണിച്ച മൈക്കുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് Beta 58A എന്ന് പറയുന്ന മോഡൽ മൈക്ക് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് ഒന്ന് സംസാരിച്ച് കാണിക്കുക. ഞാനിവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാരാമീറ്റേഴ്സിലൊന്നും വ്യത്യാസം വരുത്തുന്നില്ല. ജസ്റ്റ് ഈ കേബിൾ ഊരുന്നു, ഇതിലേക്ക് മൈക്ക് കണക്ട് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കണ്ടൻസർ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഗെയിൻ കുറയ്ക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൗളിങ് വരും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം കുറയ്ക്കുന്നുള്ളൂ. ബാക്കി എല്ലാ പാരാമീറ്ററും അങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം Beta 58A എന്ന് പറയുന്ന മോഡൽ മൈക്കാണ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ Beta 58A എന്ന് പറയുന്ന മോഡൽ മൈക്ക് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. മറ്റേ മൈക്കിൽ നിന്നും കുറച്ച് ക്ലാരിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഇതിന് കുറച്ച് ഒരു പഞ്ച് സൗണ്ടൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു ക്ലാരിറ്റി കൃത്യമായിട്ട് ഇതിനില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മറ്റേ മൈക്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുമെങ്കിൽ ഇതിനങ്ങനെ കിട്ടത്തില്ല. ഇതൊരു ബിഗിനർ ലെവൽ മൈക്കാണ്. നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന ഒരു കൺസെപ്റ്റിൽ മാത്രം വാങ്ങിക്കാൻ കഴിയുന്ന ഒരു മൈക്കാണിത്. ഇനി നമുക്ക് 8880 ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതും കുറച്ചുകൂടെ ബെറ്റർ മൈക്കാണ്. നമ്മൾ TK600 ഉപയോഗിച്ച പോലെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് തരുന്ന ഒരു മൈക്കാണ്. ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇത് ആണുങ്ങളുടെ ശബ്ദത്തിൽ കുറച്ചൊരു ബാസ് കുറവ് കിട്ടുന്ന ഒരു മൈക്കാണ്. 600 ആണെങ്കിൽ കുറച്ചുകൂടെ ബാസ് കിട്ടുന്നുണ്ട്. ഇതിനൊരു അത്രയും ബാസ് നമുക്കിത് കിട്ടുന്നില്ല. പക്ഷേ എന്നാലും പെർഫോമൻസ് ബെറ്ററാണ്. നല്ല ക്ലാരിറ്റിയുള്ള നല്ല സൗണ്ടാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മൈക്ക് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 350 കയ്യിലുണ്ട്. 350 കൂടി ഞാനൊന്ന് കണക്ട് ചെയ്ത് കാണിക്കാം. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മൈക്കാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ മൈക്ക് വന്നപ്പോൾ കുറച്ച് ഒരു ബാസൊക്കെ കുറഞ്ഞു, കുറച്ചൊരു ട്രബിൾ സൗണ്ട് കുറച്ച് കൂടുതൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു മൈക്കാണ്. ഇവിടെ നമുക്ക് ഇത് ലേഡീസിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ കൊടുക്കാം, അതേപോലെ തന്നെ നമുക്ക് പുരുഷന്മാർക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു അല്പം ലോ ഫ്രീക്വൻസി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇതാണ് 350 എന്ന് പറയുന്ന മോഡൽ മൈക്ക്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും പാടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈക്ക് മതിയെങ്കിൽ ഈ മൈക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കണ്ടൻസർ മൈക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹലോ, ചെക്ക്. ഇവിടെ നമ്മളിപ്പോൾ കണ്ടൻസർ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് 48 വോൾട്ടിൻ്റെ ഫാൻറ്റം പവറും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഗെയിൻ 0-ലാണ് വെച്ചിരിക്കുന്നത്. 0-ൽ ഗെയിൻ വെച്ചിട്ട് പോലും ഇതിന് നല്ല പെർഫോമൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം നമ്മളിതിലേക്ക് 48 വോൾട്ട് ഫാൻറ്റം പവർ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സ്റ്റുഡിയോയ്ക്കകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൈക്കാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പർപ്പസ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈനാമിക് മൈക്കുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.
അപ്പോൾ ഈ മൈക്കുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ 1-2 ദിവസങ്ങളൊക്കെ ലേറ്റ് ആയിട്ടായിരിക്കും റിപ്ലൈ കിട്ടുന്നത്. ചിലതിന് പെട്ടെന്ന് റിപ്ലൈ ഞാൻ തരും. അത് എൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ദയവായി നിങ്ങൾ ക്ഷമിക്കുക. ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൈക്കിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതേപോലെ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.